ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ലാർജ് നമ്പേഴ്സ് എറൗണ്ട് അസ് എന്ന ചാപ്റ്റർ ആണ്. അതിൽ ആദ്യം ഒരു സ്റ്റോറിയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. എ ലാർജ് വെറൈറ്റീസ്. ഈശ്വരപ്പ ഈസ് എ ഫാർമർ ഇൻ ചിന്താമണി, എ ടൗൺ ഇൻ കർണാടക. കർണാടകയിലെ ചിന്താമണി എന്ന ഗ്രാമത്തിലെ ഒരു ഫാർമറാണ് ഈശ്വരപ്പ. He visits his market regularly to buy seeds for his rice field. ഈശ്വരപ്പ എന്ത് ചെയ്യും? എന്നും മാർക്കറ്റിൽ പോകും. എന്തിനു വേണ്ടിയിട്ട്? ആ സീഡ് വാങ്ങാൻ. ഡ്യൂറിംഗ് വൺ സച്ച് വിസിറ്റ് ഹി ഓവർഹിയർഡ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ രാമണ്ണ ആൻഡ് ലക്ഷ്മണമ്മ. ഒരു ദിവസം അദ്ദേഹം മാർക്കറ്റിൽ പോയപ്പോൾ ആരുടെയൊക്കെ സംഭാഷണം കേട്ടു? രാമണ്ണയുടെയും ലക്ഷ്മണമ്മയുടെയും. രാമണ്ണ said earlier our country had about a lakh varieties of rice. പണ്ട് ഇവിടെ ലാക്ക് വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ടായിരുന്നെന്ന രാമണ്ണ പറയുന്നത്. ഫാർമർ യൂസ്ഡ് ടു പ്രിസർവ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ആൻഡ് യൂസ് ദം ടു ഗ്രോ റൈസ്. ഫാർമേഴ്സ് എന്ത് ചെയ്യാൻ അതിനെ പ്രിസർവ് ചെയ്ത് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ വി ഓൺലി ഹാവ് ഹാൻഡ്ഫുൾ ഓഫ് വെറൈറ്റീസ്. പക്ഷെ ഇപ്പൊ അത്രയുണ്ടോ? ഒരു ഹാൻഡ്ഫുൾ വെറൈറ്റി മാത്രമേ ഉള്ളൂ. ആൾസോ ഫാർമേഴ്സ് ഹാവ് ടു കം ടു ദ മാർക്കറ്റ് ടു ബൈ സീഡ്. അതുകൊണ്ടാണ് ഫാർമേഴ്സ് മാർക്കറ്റിൽ വന്ന് സീഡ് വാങ്ങുന്നത്. ലക്ഷ്മണമ്മ said there is a seed bank near my house. ലക്ഷ്മണമ്മയുടെ വീട്ടിനടുത്തൊരു സീഡ് ബാങ്ക് ഉണ്ട്. So far they have collected about 100 indigenous varieties of rice seeds from different places. അവിടെ നിന്ന് ഡിഫറെന്റ് പ്ലേസിൽ നിന്നും വെറൈറ്റീസ് ഓഫ് സീഡ്സ് അവിടെ വരാറുണ്ട്. യു ക്യാൻ ഓൾസോ ബൈ സീഡ്സ് ഫ്രം ദെയർ. നിങ്ങൾക്കും അവിടെ നിന്ന് സീഡ് വാങ്ങാം. യു മേ ഹാവ് ഹിയർഡ് ദ വേർഡ് ലാക്ക് ബിഫോർ. നിങ്ങൾ ലാക്ക് എന്ന് പറയുന്ന വേർഡ് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ലാക്ക് എന്ന് പറയുന്ന വേർഡ് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? Do you know how big 1 lakh is? Let us find out. 1 lakh എത്ര വലുതാണെന്ന് അറിയോ? ഈശ്വരപ്പ shared his incident with his daughter Roxy and son S2. ഈശ്വരപ്പ ഇത് വീട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ മക്കളോട് ഷെയർ ചെയ്യുകയാണ്. S2 was surprised to know that there were about 1 lakh varieties of rice in this country. ഇപ്പോൾ ഇത് കേട്ടിട്ട് S2 സർപ്രൈസ് ആയി. 1 lakh വെറൈറ്റി റൈസ് ഉണ്ടായിരുന്നു അറിഞ്ഞിട്ട്. He wondered 1 lakh. So far I have only tasted 3 variety. ഞാൻ വെറും 3 വെറൈറ്റി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. If we tried a new variety each day, would we even come close to tasting all the variety in lifetime of 100 years? അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും 3 വെറൈറ്റി വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് 100 ഇയേഴ്സ് ആവുമ്പോൾ എല്ലാ വെറൈറ്റിയും ടേസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് S2 പറയുന്നത്. വാട്ട് ഡു യു തിങ്ക്? ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഈസ് 999. ഈ 999ന്റെ കൂടെ +1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ കിട്ടും. അതായത് 1000. സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഈസ് 1000. വീണ്ടും ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ 3 ഡിജിറ്റ് ആയിരുന്നു. അടുത്ത് 4 ഡിജിറ്റ് നമ്പർ ചോദിച്ചാൽ 9999. അതിന്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ കിട്ടും. സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഈസ് 10,000. ഓക്കെ. ദെൻ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഏതാ? 99,999. ഈ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പറിന്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്താൽ നമുക്ക് സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ കിട്ടും. സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ഈസ് നോൺ ആസ് ലാക്ക്. കണ്ടോ? ലാക്കിനകത്ത് എത്ര സീറോ ഉണ്ട്? 1ഉം 5 സീറോയും ചേർന്നതാണെന്ന് തോന്നുന്നത് ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്കിവിടെ നമ്പർ പാറ്റേൺ ഉണ്ട്, അത് സോൾവ് ചെയ്ത് നോക്കാം. 99,995, 99,996. അടുത്തെന്ത് വരും? 99,997, 99,998, 99,999, then 1 lakh 50. Okay. Then 1 lakh 1. Then 1 lakh 2. 1 lakh 3. 1 lakh 4. Okay. Then Roxy and S2 found that if they ate 1 variety of rice a day, they would come now here close to lakh in lifetime. Roxy suggests. അപ്പോൾ റോക്സി ഒരു സജഷൻ പറയുക. വാട്ട് ഇഫ് വി ate 2 variety of rice every day? നമുക്ക് ഓരോ ദിവസവും 2 വെറൈറ്റി വെച്ച് കഴിച്ചാലോ? എങ്കിൽ 100 ഇയേഴ്സ് ആകുമ്പോൾ എത്ര വെറൈറ്റി വരും? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് സോൾവ് ചെയ്ത് നോക്കാം.
What if a person ate 3 varieties of rice every day? Will they be able to taste all the lakh variety in a 100-year lifetime? Find out. ഈ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ എഴുതാം? 1 ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇയർ ഈക്വൽ ടു 365 ഡേയ്സ്. അപ്പോൾ 100 ഇയേഴ്സിലെ എത്ര ഡേയ്സ് കാണും? നമ്പർ ഓഫ് ഡേയ്സ് ഇൻ 100 ഡേയ്സ്. നമ്പർ ഓഫ് ഡേയ്സ് ഇൻ 100 ഇയേഴ്സ്. 100 ഇയേഴ്സിൽ എത്ര ഡേയ്സ് കാണും? ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 365 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ 0 മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 365 ഇൻറ്റു 1. അപ്പോൾ 365 തന്നെ കിട്ടും. പിന്നെ ഈ 2 സീറോയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ 36,500 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താണ്, അങ്ങനെ എത്ര വെറൈറ്റി ഒരു ദിവസം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 വെറൈറ്റി. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? മിസ് ഇവിടെ ഇങ്ങോട്ട് എഴുതാതെ 3 ഇൻറ്റു 36500. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 365നെ നമുക്ക് 3 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 3 15, 1 ബാലൻസ് 18, 9, 1 ബാലൻസ്, ഇവിടെ എന്ത് വരും? 10. then equal to 10, 9, 5. ഇനി നമ്മൾ ഇവിടുത്തെ 2 സീറോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1,09,500 സീഡ്സ് എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? നമ്മൾ 3 വെറൈറ്റി ദിവസവും 3 വെറൈറ്റി വെച്ച് 100 ഇയർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വെറൈറ്റി കിട്ടും? മോർ ദാൻ 1 lakh വെറൈറ്റി കിട്ടും. ഓക്കെ അല്ലേ? താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.